വി കെ പ്രശാന്ത് എം.എൽ.എ. വട്ടിയൂർക്കാവിലെ വോട്ടർമാരെ കണ്ടിരുന്നത് ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിലായിരുന്നു. ഏറ്റവും പ്രധാനം, അദ്ദേഹം മേയറായിരിക്കുന്ന സമയത്താണ് ആ ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം, ആ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതൊഴിയണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ BJP കൗൺസിലർ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വി കെ പ്രശാന്ത് എം.എൽ.എ. തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. എന്തായിരുന്നു ഇന്നലെ ശ്രീലേക്ക് വിളിച്ചു പറഞ്ഞതെന്ന്? അവിടെ നഗരസഭയുടെ ഒരു കെട്ടിടത്തിലാണ് MLA-യുടെ ഓഫീസുള്ളത്. അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു മുറിയിലാണ് കൗൺസിലറുടെയും ഓഫീസുള്ളത്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ വിവിധ കൗൺസിലർമാരും MLA ഒരുമിച്ച് തന്നെയാണ് ഓഫീസ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഓഫീസ് ഒഴിയണം, എൻ്റെ ഒരു ചെറിയ ഓഫീസാണ്, ആ സൗകര്യം പോരാ, അപ്പോൾ കുറച്ചുകൂടി സൗകര്യത്തിന് MLA മാറി തരണം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്കത് വാടക കാലാവധി ഉണ്ട്, അത് കഴിയുന്ന മുറയ്ക്ക് നമുക്കത് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ശരിയായ രീതിയുമല്ല. കാരണം മുൻ മേയറായിരുന്ന ആളാണ് ഞാൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെട്ടിടം നിർമ്മിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്, നിർമ്മിച്ചതും ഉദ്ഘാടനം ചെയ്തതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതൊരു ക്ലെയിമല്ല. പക്ഷേ ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ഒരു നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനം, ഒന്ന് തീരുമാനം റദ്ദ് ചെയ്യണം, 2 സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകണം. ഇങ്ങനെ നിയമപരമായ നടപടികൾ പാലിച്ചുകൊണ്ടാണ് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ മാറ്റേണ്ടത്. അപ്പോൾ ഇതൊന്നും പാലിക്കാതെ ഒരു കൗൺസിലർ വിളിച്ച് MLA-യോട് ഓഫീസ് ഒഴിയണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി എന്ന് പറയുന്നത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. അത് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കണം. അവർ മുൻ പോലീസ് ഉദ്യോഗസ്ഥ അത് കഴിഞ്ഞല്ലോ, അപ്പോൾ ഒഴിപ്പിക്കാനുള്ള അധികാരമില്ലല്ലോ. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് മറുപടി എന്നല്ലേ കൊടുത്തത് അന്നേരം? അല്ല, ഞാനപ്പോൾ തന്നെ അത് അവസാനിപ്പിച്ചു. കാരണം എനിക്ക് കാലാവധി ഉണ്ട്, ആ കാലാവധി കഴിയട്ടെ, അപ്പോൾ ആലോചിക്കാം, നിങ്ങൾ അതിനു മുമ്പ് ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് മറുപടി പറഞ്ഞിട്ടാണ് ഞാനത് സംഭാഷണം അവസാനിപ്പിച്ചത്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ മറ്റ് ജനപ്രതിനിധികൾ, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, അവരോടൊക്കെ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണ്ടേ? അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ ഇതെല്ലാം നിങ്ങളങ്ങ് മാറിത്തരണം എന്ന് പറഞ്ഞാൽ വെള്ളടിക്കപ്പെടണോ? അങ്ങനെ മാറണം എന്ന് പറഞ്ഞാൽ മാറാൻ. അപ്പോൾ അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ തീരുമാനിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അവർക്ക് അധികാരം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇനി മുതൽ ഇവിടെ ആരും ശബ്ദിക്കണ്ട എന്ന് പറയുന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇനി എന്താണ്, നഗരസഭയെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടോ? അല്ല, ഇതുവരെയും നഗരസഭയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നില്ല. ഇവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് ശരിയാണോ എന്നുള്ള കാര്യം പൊതുസമൂഹവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സ്ഥിതി നല്ലതല്ല. നഗരത്തെ സംബന്ധിച്ച് ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. MLA എന്ന നിലയിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടുത്തെ ആളുകൾക്ക് വളരെ എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ അവിടെ വരുന്നുണ്ട്, അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അത്തരമൊരു തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള വി കെ പ്രശാന്ത് MLA-യുടെ ഓഫീസ് എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നായിരുന്നു ശ്രീലേഖ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ കരാറുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അത് തിരികെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനി മുന്നിലേക്കുള്ളത് എന്ന് നോക്കാം എന്നാണ് പറഞ്ഞത്. എന്തായാലും തനിക്ക് മുന്നിലൊരു കരാറുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്.